ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് കണ്ണൂർ കോക്ടെയിലിന്റെ റെസിപ്പിയാണ്. ഇത് അധികം ആളും കുടിച്ചിട്ടുണ്ടാവും. കണ്ണൂരുള്ള ആൾക്കാർ എന്തായാലും കുടിച്ചിട്ടുണ്ടാവും, പുറത്തുള്ള ആൾക്കാരായാലും കുടിച്ചിട്ടുണ്ടാവും. കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഇത്. ഇതിന്റെ ആ ഒരു ടേസ്റ്റ് കൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും ഫേമസ് ആയതും. അപ്പൊ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മളെ കർമൂസയും ക്യാരറ്റും ആണ്. കർമൂസ എന്ന് പറഞ്ഞാൽ പപ്പായ, അതാണ് ഇതിന് മെയിൻ ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ്, ഈ രണ്ടെണ്ണം. അപ്പോൾ ഇതാ ഞാൻ രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. കർമൂസ എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത നല്ല മധുരമുള്ള കർമൂസ തന്നെ എടുക്കാൻ വേണ്ടി നോക്കാം. പിന്നെ ഇതാ ക്യാരറ്റ് ഞാനിപ്പോൾ നല്ല വലുപ്പമുള്ള 3 ക്യാരറ്റ് എടുത്തിന്. അത് കട്ട് ചെയ്തിട്ട് വേവിച്ചിട്ടാട്ടോ എടുത്ത് വെച്ചത്. ഇപ്പോൾ വേവിച്ചിട്ട് എടുത്ത് വെക്കാം ക്യാരറ്റ്. നമ്മൾ പപ്പായ എടുക്കേണ്ടത് അളവ് എങ്ങനെയെന്ന് പറഞ്ഞാൽ ക്യാരറ്റ് എടുത്തതിന്റെ പകുതിയാണ് പപ്പായ എടുക്കേണ്ടത്. പപ്പായന്റെ അളവ് വല്ലാണ്ട് അങ്ങ് കൂടി പോകാൻ പറ്റൂല. അപ്പൊ ഇതാ ഞാനിതെല്ലാം മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പാല് കട്ടയാക്കി എടുത്തതാണ്. ഇത് 1/2 ലിറ്റർ പാലുണ്ട് ഇത്. അപ്പൊ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കട്ടയാക്കിയിട്ട് തന്നെ പാലെടുക്കാൻ വേണ്ടി നോക്കാം, എങ്കിലേ ആ ഒരു ടേസ്റ്റ് കറക്റ്റ് കിട്ടുള്ളൂ. അതുപോലെ പപ്പായയും ക്യാരറ്റും എടുക്കുന്നതിന്റെ അളവ് കറക്റ്റ് എടുക്കാൻ നോക്കുക. അതായത് ക്യാരറ്റ് എടുത്തതിന്റെ പകുതി മാത്രം പപ്പായ മതി. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര അതിനൊന്ന് ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ചേർക്കുന്നതായിരിക്കും നല്ല. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ അങ്ങനെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് വാനിലന്റെ ഐസ്ക്രീമാണ്. വാനിലന്റെ ഫ്ലേവർ തന്നെ എടുക്കണം. അപ്പൊ ഐസ്ക്രീം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 സ്കൂപ്പോളം അങ്ങനെ ഇടുന്നുണ്ട്. അപ്പൊ ഇതാ ഇത് നമുക്കൊന്ന് ഫൈനായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. നമ്മൾ ക്യാരറ്റ് വേവിച്ചുകൊണ്ട് തന്നെ നല്ലോണം ഫൈനായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇതാ ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് അത്യാവശ്യം കട്ടിയായിട്ട് തന്നെ കേട്ടോ ഉണ്ടാവാൻ. പിന്നെ ഓവറായിട്ട് കട്ടി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. കുറച്ച് പാലും കൂടി, അതായത് പാൽക്കട്ടന്റെ കൂടെ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. വെള്ളം ഒഴിക്കരുത്, അപ്പൊ ഇതിന്റെ ആ ഒരു ടേസ്റ്റ് പോയി പോകും. അപ്പൊ ഇതാ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ചേർക്കാനുണ്ട്. ഞാനിതാ എടുത്തു വെച്ചിട്ടുണ്ട്. ഉറുമാമ്പായി എടുത്തിട്ടുണ്ട്, കോൺഫ്ലക്സ് എടുത്തിട്ടുണ്ട്, കറുത്ത മുന്തിരി എടുത്തിന്, പിന്നെ കാഷ്യൂ എടുത്തിന്. കാഷ്യൂ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടാട്ടോ എടുത്തത്. അപ്പൊ ഇതാ ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ ഇതാ ഇതെല്ലാം ചേർത്തിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മളെ കണ്ണൂർ കോക്ടെയിൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് പപ്പായന്റെയും ക്യാരറ്റിന്റെയും അളവ് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ക്യാരറ്റിന്റെ പകുതി മാത്രമേ പപ്പായ എടുത്തിട്ടുള്ളൂ. പപ്പായന്റെ അളവ് വല്ലാണ്ട് അങ്ങ് കൂടാൻ പറ്റൂല. അപ്പൊ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്താണ് കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടാം. പിന്നെ ഇത് വേണമെങ്കിൽ ഈ പപ്പായയും ക്യാരറ്റും ഫസ്റ്റ് തന്നെ മിക്സ് ചെയ്തിട്ട് ജ്യൂസ് അടിച്ച് വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് കോൺഫ്ലെക്സും ബാക്കി കാര്യങ്ങളെല്ലാം അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പക്ഷെങ്കിൽ ചില പപ്പായ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കൈപ്പടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ പെർഫെക്റ്റ് ടേസ്റ്റ് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ തന്നെ അടിച്ചിട്ട് കുടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അപ്പൊ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആകും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.